ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ആനിവേഴ്സറി സെലിബ്രേഷൻസ് അങ്ങനൊന്നുമില്ല. ഇന്ന് ആമ്പൂന് ഷിഫ്റ്റ് ഉള്ള ദിവസമാണ്. അപ്പോൾ അത് ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ രാവിലെ ഒന്ന് ജസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് കറങ്ങാൻ പോകുന്നതല്ല, ചില ആവശ്യങ്ങളുമായിട്ട് പോവുകയാണ്. ചില കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ആനിവേഴ്സറി ഡേയിൽ എന്താണെന്നുള്ളൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എൻ്റെ പേര് അഷ്ടമി. ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. എൻ്റെ ലൈഫ് എന്താണോ അതാണ് ഞാൻ എൻ്റെ വ്ളോഗിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ 0 to 1 month ക്ലോത്ത് വാങ്ങിയിരിക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. ആ കൂട്ടത്തിൽ കണ്ട 2-3 ഷോപ്പിലും കൂടി ഒന്ന് കയറി ഒന്ന് ഇറങ്ങി, അത്രേ ഉള്ളൂ. ഏതിൽ കയ്യിരിക്കുന്ന കളർ കൊള്ളാം. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, നമ്മൾ രണ്ടാളും മാത്രമായിട്ടുള്ള അവസാനത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അടുത്ത വെഡിങ് ആനിവേഴ്സറി ആകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞാൾ കയ്യിലുണ്ടാവും. അപ്പോൾ എന്നാൽ പിന്നെ ഈ വെഡിങ് ആനിവേഴ്സറി കുറച്ചും കൂടി സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് രാവിലെ പുറത്തുനിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നിപ്പം ചേട്ടന് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ പരിപാടികളൊന്നും നടക്കത്തില്ലല്ലോ. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി 11 മണിയൊക്കെ ആവും വീട്ടിലെത്താൻ. അപ്പോഴേക്കും മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റ്സൊക്കെ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വൈകുന്നേരം പുറത്ത് പോയി കഴിക്കുന്ന പരിപാടി നടക്കത്തില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് 2 ആൾ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ആമ്പൂന് ഇപ്പോൾ വീക്കിലി 5 days ഷിഫ്റ്റിന് പോകണം. അപ്പോൾ നമുക്ക് വീക്കെൻഡ്സിലേക്ക് സാധനം വാങ്ങാൻ പോകാനും എല്ലാത്തിനും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയമില്ല. അങ്ങനെ വീക്കെൻഡ്സ് നോക്കിയിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് രാവിലെ വരും. എന്തെങ്കിലും 1-2 കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും, എന്നിട്ട് ഷിഫ്റ്റിന് പോകും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് നടക്കുന്നേ ഇല്ല. വിചാരിച്ച പോലെ സാധനങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ സാധനങ്ങൾ കിട്ടുന്നില്ല. അപ്പം നമുക്ക് വേറെ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും, അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും വീക്കെൻഡ്സ് ശനി ഞായർ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അത് കാരണം ഞങ്ങൾ ഇങ്ങനെ 1-2 ദിവസം ഇടവിട്ട് വീക്ക് ഡേയ്സിൽ തന്നെ വരാറുണ്ട് ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ ആയിട്ട്. സാധാരണ നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യും, ഫുഡ് ഉണ്ടാക്കും, എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് കഴിക്കും, കേക്ക് കട്ട് ചെയ്യും, ഗിഫ്റ്റ് കൈമാറും, ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ നടന്നു പോവുക. ഇത്തവണ അങ്ങനെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ മാത്രമാണ്. ഞങ്ങളെല്ലാം ആഘോഷിക്കും കേട്ടോ. ഞങ്ങളുടെ 2 പേരുടെയും ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും പിന്നെ അല്ലാതെ നമുക്ക് വരുന്ന ഓണം സെലിബ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ആഘോഷങ്ങൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് ഒന്നും വിടാതെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു സെലിബ്രേഷൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുക ആ ഒരു ദിവസം എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ഒന്നും ഉണ്ടാക്കാതെ ഇന്നത്തെ ദിവസം വിടണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് എന്തോ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്നലെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആ ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാം. അപ്പം ആമ്പൂനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആമ്പൂനോട് പറയാണ്ട് സർപ്രൈസായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആനിവേഴ്സറി ആയിട്ട് ഷിഫ്റ്റിന് പോകുന്ന കെട്ടിയോൻ. ഇനിയിപ്പം സമയം ഉച്ചയ്ക്ക് 1:30 മണി ഒക്കെ ആയിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമ്പോൾ 11 മണിയാവും. 11 മണിക്ക് ശേഷമായിരിക്കും അടുത്ത ആനിവേഴ്സറി. അതുവരെ നോർമൽ ആയിരിക്കും. ഞാൻ വിചാരിക്കുന്നത് നോർമലായിട്ട് വീട്ടിൽ ഞാനിവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ ഇങ്ങനെ ഇരിക്കും. 11 മണിയാകുമ്പോഴത്തേക്കും ആൾ വരും. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ പ്ലാനെന്ന് പറഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു അഫ്ഗാനീസ് ചിക്കൻ ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് ഇന്നലെ ഞാൻ ചിക്കനൊക്കെ മേടിപ്പിച്ചായിരുന്നു.
അഫ്ഗാനി ചിക്കനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വെറുതെ ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കണം, അതാണ്. പിന്നെ ഒരു കേക്ക്, ഒരു ചെറിയൊരു കേക്ക് ഓർഡർ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വേണം ഇനി നോക്കാൻ വേണ്ടിയിട്ട്. അവർ ഹോം ഡെലിവറി ചെയ്യുമോ എന്നും കൂടി അന്വേഷിക്കണം, പോയി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ അതാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെന്താ, പിന്നൊന്നുമില്ല, അതൊക്കെ തന്നെ ഉള്ളൂ. സാധാരണ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ആകുമ്പം ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും വീട്ടിലേക്ക്. എന്നിട്ട് അതേപോലെ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. അത് തന്നെയാണ് ആനിവേഴ്സറി. പിന്നെ കേക്ക് കട്ട് ചെയ്യും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ആനിവേഴ്സറിക്ക് എനർജി കുറച്ച് കുറവാണ്. ഒരു ടയേർഡായിട്ടുള്ളൊരു ആനിവേഴ്സറിയാണ് ഈ വർഷം. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ ബോഡി നിന്ന് വരുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഷോപ്പിങ്ങിനൊക്കെ പോയാലും ഒക്കെ ആണെങ്കിലും വിചാരിക്കുന്ന അത്രയും സമയമെടുത്ത് ഷോപ്പ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ചെയ്യാനോ പറ്റാറില്ല. പെട്ടെന്ന് ടയർഡായി പോകും. അപ്പം ബോഡിക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് എങ്ങനെയാണോ എങ്ങനെയാണോ നമ്മുടെ ഒരു ആരോഗ്യം അല്ലെങ്കിൽ എൻ്റെ എനർജി ലെവൽ പോകുന്നത് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ അപ്പോൾ നീ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസും പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എന്താ ശരി, ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പം പുറത്തുനിന്ന് ആ ഫുഡൊക്കെ കഴിച്ചത്. അപ്പം ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വാഷിംഗ് ബാക്കിയുണ്ട്. ഹോസ്പിറ്റൽ ബാഗ് സാധാരണ ആൾക്കാരൊക്കെ ഒരു 8 month ഒക്കെ ആകുമ്പോഴേക്കും പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഞാൻ ഇതുവരെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് ശരിക്കും കുറച്ചും കൂടിയൊക്കെ സാധനങ്ങളൊക്കെ പെട്ടിക്കകത്ത് ആക്കി വെച്ചിട്ടുള്ളത്. ഇനി അതൊക്കെ ഒന്ന് ഓർഡറിലാക്കണം. പിന്നെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് പ്രകാരം എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ഒരു ഫൈനൽ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണം. പിന്നെ എൻ്റെത് ഒന്നും ഞാൻ പാക്ക് ചെയ്തിട്ടില്ല, എൻ്റെ സാധനങ്ങളൊക്കെ. പിന്നെ അത് എടുത്ത് വെച്ചാൽ മതി, എല്ലാം ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബേബിക്കുള്ളതും എല്ലാം നമ്മൾ ഓർഡർ ചെയ്തതെല്ലാം വന്നിട്ടുണ്ട്. ഒരു ഷോപ്പിംഗ് ബ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടുന്നുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾ കടയിൽ പോയി മേടിച്ചു, കുറച്ചൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നും ഒരു ഡെലിവറി വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതൊക്കെ ഈ പറഞ്ഞ കണക്ക് ഇതെല്ലാം ചെയ്യണമെന്ന് പറയുമെങ്കിലും പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം, അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കുന്നത് കാണാം. അയ്യോ, അവിടെ നിന്ന് നേരെ വന്ന് കുറച്ചു നേരം കിടന്നു. ഇനി കിടന്നാൽ ശരിയാവത്തില്ല, കുറേ പണിയുണ്ട് ചെയ്യാൻ. ഇനി നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണി കിടക്കുന്നുണ്ട്, അതൊക്കെ എടുത്തിടണം. അതാദ്യം എടുത്തിടണം. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. പിന്നെന്താ, ഫുഡ് കഴിക്കണം. പിന്നെ അടുത്ത ട്രിപ്പ് തുണി കഴുകാനിടണം. അങ്ങനെയൊക്കെ. അപ്പം മടി കൂടാണ്ട് കുറച്ച് എനർജി കിട്ടിയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ താഴേക്ക് പോവാം. വാഷിംഗ് മെഷീനിൽ തുണി കഴുകി അത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അത് പോയി നോക്കട്ടെ. ഇന്ന് നല്ല വെതറാണ്, പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് തന്നെ എടുത്തിടാം. എനിക്ക് തോന്നുന്നത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തിടേണ്ട ആവശ്യമില്ല. ചിലപ്പം ചില തുണികളൊന്നും ഉണങ്ങാറില്ല, കാരണം ഇവിടെ ഡ്രയർ ഇല്ല, വാഷിംഗ് മെഷീൻ മാത്രമാണുള്ളത്. അപ്പം ചിലത് നന്നായിട്ട് അതിനകത്ത് തന്നെ നന്നായിട്ട് ഹീറ്റായി ഉണങ്ങി കിട്ടും, ചിലത് കിട്ടാറില്ല. അപ്പം ഞാൻ നോക്കട്ടെ, അതൊന്ന് പോയി നോക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം. താഴേക്ക് വന്നപ്പോഴാണ് പുറത്ത് ഓൾറെഡി ഇന്നലെ കഴുകിയിട്ട തുണി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ നമുക്കെടുത്ത് മുകളിൽ കൊണ്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ കഴുകിയ ഡ്രസ്സ് പുറത്തേക്കിടാം. ഇന്നലെ ആകുമ്പോൾ അവിടെ കൊണ്ട് കഴുകിയിട്ടതാണ്. പിന്നെ വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് സൺസെറ്റ് ആവുമല്ലോ, ഒരു 4:30 ആകുമ്പോഴേക്കും സൺസെറ്റ് ആവും. അപ്പോൾ അതിന് മുന്നേ
നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്തിടാം. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ കുറച്ച് സുഖമായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ കിടക്കുന്നതൊക്കെ ഞാൻ പറക്കി മുകളിൽ കൊണ്ടുവെക്കട്ടെ. ഡ്രസ്സ് എടുത്തു. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഒന്ന് കയറി ഇറങ്ങുന്നത് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ കയറി ഇറങ്ങുമ്പോൾ ടയേർഡായി പോകാറുണ്ട്. പക്ഷെ അത് കാര്യമാക്കണ്ട. ഇത് പുറത്തിടേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ചെറിയ മടി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ മടിയല്ല, നല്ല കാര്യമായിട്ടുള്ളൊരു മടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. മടി മാത്രമല്ല, ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ഈ ഒറ്റയ്ക്കാണല്ലോ, നാട്ടിലായിരുന്നു. അപ്പം എന്തിനും ഏതിനും എല്ലാ കാര്യത്തിനും ചുറ്റിനും ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ചെയ്തു തരാനും ഒക്കെ. അപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി, ലൈക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിന് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റാക്കി എടുത്ത് ഇപ്പം മടി പിടിക്കാതെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാറുണ്ട്. അപ്പോഴാണല്ലോ നമുക്കൊരു മൈൻഡും ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വയ്യ എന്നുള്ളൊരു മൂഡിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ്സിൽ വരും. ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് കൊടുത്തത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഹൗസ് നമ്പർ കൊടുത്തത് മാറിപ്പോയി. അങ്ങനെ ഞാൻ അതൊന്ന് സെറ്റാക്കുമായിരുന്നു. അതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൽ വരും. പിന്നെ ഇനി ആ കേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അത് നോക്കട്ടെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്. നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. മാംഗോ കേക്കാട്ടോ ഓർഡർ ചെയ്തത്. ഇതിനു മുന്നേ എൻ്റെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നുണ്ട് ചേട്ടൻ മാംഗോ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു. പിന്നെ ഞാൻ സെലസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവൾ ബർത്ത്ഡേക്കൊക്കെ അവരുടെ ഫങ്ഷൻസിനൊക്കെ ഏത് കേക്കാണ് ഓർഡർ ചെയ്യുന്നത്, ഏത് കേക്കാണ് നല്ലതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവളും പറഞ്ഞു മാംഗോ കേക്ക് നല്ലതാണ്. എന്നാൽ പിന്നെ മാംഗോ കേക്ക് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് മാംഗോ ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഇത് അതേപോലെ കൊണ്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എൻ്റെ ചിക്കൻ മാരിനേഷനൊക്കെ കഴിഞ്ഞു. മാരിനേറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് കഴിക്കാനുള്ള സാലഡ് ഉണ്ടാക്കി. ഇനി ഇതിനകത്ത് നമ്മൾ കടലയും കൂടെ പുഴിഞ്ഞിടണം. അതായിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം കുക്ക് ചെയ്യാൻ. 11 മണിയാവുമല്ലോ ചേട്ടൻ വരാൻ. അപ്പോൾ അത് കണക്കാക്കി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം നല്ല ഫ്രഷായിട്ട് ചൂടായിട്ട് കഴിക്കാമല്ലോ. നേരെ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് വന്നു കേട്ടോ. കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കഴിച്ചതേ ഇല്ല. വിശന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കഴിച്ചില്ല. പക്ഷേ കുക്കിങ്ങൊക്കെ കഴിഞ്ഞല്ല, മാരിനേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അങ്ങനെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞാൻ സാലഡ് മാത്രമാണ് കേട്ടോ കഴിക്കുന്നത്. കടലയും പിന്നെ കുറച്ച് വെജീസും കൂടി അരിഞ്ഞിട്ടിട്ട്. ശ്രദ്ധിച്ചു തന്നിട്ടില്ല. ഫുഡ് നോക്കാണോ? മനുഷ്യ ഹാപ്പി ആനിവേഴ്സറി. അങ്ങനെ ഞങ്ങളുടെ 6th വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യാണ്. എന്താ പറയുക, 6 ഇയേഴ്സൊക്കെ പോയത് അറിഞ്ഞതേയില്ല. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു 6 വർഷമായോ എന്നിങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. 6 വർഷമായെന്നൊന്നും തോന്നുന്നേയില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു വാവയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും.
അത് ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുന്നേ ഞങ്ങളൊരു മാംഗോ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അത് ശരിക്കും എൻ്റെ ബർത്ത്ഡേക്കല്ല. ഞാൻ ഗൂഗിൾ ഫോട്ടോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് അതെടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്കും ചേട്ടനാണെന്ന് കേക്ക് ഓർഡർ ചെയ്തത്. മാംഗോ കേക്കായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പം ഈ വർഷം ഞങ്ങൾ മാംഗോ കേക്ക് ഓർഡർ ചെയ്താണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചത്. ഇത് ഞങ്ങൾ ഈ 2 ഫാമിലിയും കൂടെയാണ് കേട്ടോ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കേക്കിൻ്റെ അത്ര അടിപൊളി കേക്ക് അല്ലായിരുന്നു ഇത്. മാംഗോ ഫ്ലേവർഡ് ആയിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കേക്ക് അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ മാംഗോ കേക്ക് ഓർഡർ ചെയ്തത്. പക്ഷേ അത്ര നന്നായില്ല. എന്നാലും കുഴപ്പമില്ല. മധുരമൊക്കെ കുറവായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് മത്ത് പിടിക്കുന്നുണ്ടായില്ല. ഓ പക്ഷെ അന്ന് മറ്റേ മന്തിക്കടയിൽ നിന്ന് കഴിച്ച പോലെ ആയോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. കല്യാണത്തിന് മറ്റേ വീഡിയോ വരുമ്പോഴത്തേക്കേ എടാ ഒന്നും നോക്കണ്ട, കൈ വെച്ച ആക്ഷൻ അതല്ല ആടെ ഇങ്ങനെ വാട് തിന്നോണ്ടിരിക്കുക. കല്യാണത്തിന് വീഡിയോ പറ എങ്ങനെയുണ്ട് വെള്ളം കുടിക്കല് സൂപ്പർ ചേട്ടാ. അച്ചാറല്ല കറി നോക്കിയില്ലേ ഇതുവരെ? നോക്കണേ ഈ സാലഡ് സൂപ്പർ. പോടാ.